ക്യാമറ ഫൈനുകൾ ലഭിച്ചാൽ 90 ദിവസത്തിനകം എം-പരിവാഹൻ എന്ന പോർട്ടലിലൂടെ അടക്കാവുന്നതാണ്. എല്ലാവർക്കും അടക്കാവുന്നതാണ്. അതിനുശേഷം 90 ദിവസത്തിനകം വിർച്വൽ കോർട്ട് എന്ന സംവിധാനത്തിലേക്ക് പോവുകയും അതിലൂടെയും ജനങ്ങൾക്ക് ഫൈൻ അടക്കാവുന്നതാണ്. അതിനുശേഷം ഈ ചലാൻ ട്രാൻസ്ഫർ ടു MLA MP കോർട്ടെന്നോ ട്രാൻസ്ഫർ ടു റെഗുലർ കോർട്ടെന്നോ പറയാറുണ്ട്. അതിലൂടെ ആർക്കും അടക്കാൻ സാധിക്കില്ല. അങ്ങനെ അടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പലരും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത് 2 ചലാനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും 2 കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ചലാനെങ്കിൽ എവിടെ വെച്ചാണോ നിയമലംഘനം നടന്നത് ആ ജില്ലയിലെ നോഡൽ ഓഫീസർമാരുടെ ഓഫീസിൽ ചെന്ന് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്താൽ ഉടനെ റിവേർട്ട് ചെയ്ത് നമുക്ക് ഓൺലൈനായി അടക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൊച്ചി സിറ്റി പരിധിയിൽ വെച്ചിട്ടാണ് നമുക്ക് ക്യാമറ ഫൈൻ ലഭിച്ചതെങ്കിൽ ട്രാഫിക് വെസ്റ്റിലെ ACP ആണ് നോഡൽ ഓഫീസർ. അവിടെ ചെന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്ത് ഉടൻ തന്നെ നമുക്ക് ഫൈൻ റിവേർട്ട് ചെയ്ത് നമുക്ക് അടക്കാവുന്നതാണ്. ഇനി എവിടെ വെച്ചിട്ടാണോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചലാൻ ഇഷ്യൂ ചെയ്തത്, എവിടെ വെച്ചിട്ടാണോ നിയമലംഘനം നടന്നത് ആ ബന്ധപ്പെട്ട RTOയിൽ, ഉദാഹരണം പറവൂർ വെച്ചിട്ടാണ് നമുക്ക് നിയമലംഘനം നമ്മൾ നടത്തിയെങ്കിൽ പറവൂർ RTO ഓഫീസിൽ ചെന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഉടനെ അവർ ഇത് റിവേർട്ട് ചെയ്ത് നമുക്ക് ഫൈൻ അടക്കാവുന്നതാണ്.